എല്ലാവർക്കും നമസ്കാരം. ക്രിക്കറ്റ് ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ EOD അനാലിസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ മാർക്കറ്റ് നിങ്ങൾ ഇന്നലെ ഞാൻ വ്യക്തമായി പറഞ്ഞു, നമ്മളെ ബാലൻസ് മൂവ്മെൻറ്റിലേക്കാണ് മാർക്കറ്റ് പോകുന്നതെന്ന് പറഞ്ഞു. നിഫ്റ്റി നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ പ്യുവർ ബാലൻസ് ആയിരുന്നു നിഫ്റ്റിയുടെ അന്നത്തെ പ്രൊഫൈൽ. കൃത്യമായിട്ടൊരു ബാലൻസും തന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രേക്ക് ഔട്ടും ബ്രേക്ക് ഡൗണും തന്നതിന് ശേഷം അവൻ ഏകദേശം നടുക്ക് POCയുടെ ഭാഗത്താണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ഏകദേശം പറഞ്ഞ ലാർജർ IB ആയതിനു ശേഷം പിന്നെ അവ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അയോട് ചെറിയ ബ്രേക്കുകളൊന്നും തന്നിട്ട് മൂവ്മെൻറ്റ് വന്നിട്ടില്ല. കൃത്യമായി പറയുകയാണെങ്കിൽ ആദ്യത്തെ ഒരു മണിക്കൂറിൻ്റെ ഹൈഡേ ലോയുടെ ആ ഭാഗത്ത് കിടന്ന് കളിച്ചതല്ലാതെ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു വലിയ മൂവ്മെൻറ്റ് തന്നില്ല. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിക്കറ്റ് ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ EOD അനാലിസ്റ്റിലേക്ക് സ്വാഗതം. സോ നിഫ്റ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ കൃത്യമായി നോക്കുകയാണെങ്കിൽ നിഫ്റ്റി നിങ്ങൾ നോക്കിയാൽ ഒരു ന്യൂട്രൽ സെൻട്രൽ പ്രൊഫൈലാണ് നിഫ്റ്റി സംബന്ധിച്ച്. നിങ്ങൾ കാണുമ്പോൾ IB എക്സ്റ്റൻഷൻ മുകളിലോട്ടും തന്നു, IB എക്സ്റ്റൻഷൻ ഡൗൺവേർഡും തന്നതിന് ശേഷം അവൻ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ന്യൂട്രൽ സെൻട്രലിലാണ്. അതായത് POC വ്യാപ്പിൻ്റെ ഏകദേശം ആ ഭാഗത്താണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 24,210 POC. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് 24,210, അതായത് 24,250 മുകളിൽ 240 മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് ക്ലോസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇപ്പോഴും പറയുന്നു ബൈ എടുക്കാൻ പാടുള്ളൂ. 24,210 മുകളിൽ നിൽക്കുകയാണെങ്കിൽ എഗെയിൻ നമ്മൾ പറഞ്ഞ പോലെ ചെറിയൊരു മാറ്റം വരുത്തി 24,314 അതിന് മുകളിൽ 24,370 അതിന് മുകളിൽ 24,478 വരെയുള്ള ചാൻസ് കൂടുതലാണ്. നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിഫ്റ്റി ഏകദേശം പറഞ്ഞത് 24,313 ഭാഗത്ത് നിൽക്കണം. അതായത് 107 പോയിന്റ് പ്ലസ്സിലാണ് ഇപ്പോൾ നിഫ്റ്റി നിൽക്കുന്നത്. അങ്ങനെയാണ് ഈ ഗ്യാപ്പ് അപ്പ് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ 24,300 മുകളിൽ ക്ലോസ് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇനി നിഫ്റ്റി നമുക്ക് താഴോട്ട് നോക്കണമല്ലോ. നിഫ്റ്റിയുടെ താഴോട്ടുള്ള ലെവൽ പ്രകാരം നിഫ്റ്റി ഇനി താഴോട്ടാണെങ്കിൽ ഫസ്റ്റ് എത്രയാണ് മുകളിലോട്ട് പറഞ്ഞതാണ് 240 മുകളിൽ എത്രയാണ് 314, 314 മുകളിൽ 370 മുകളിൽ 477. ഇനി താഴോട്ടാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് 24,100. ഞാൻ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ 24,100 ആണ് ഏറ്റവും വലിയ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ. 24,100 സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 24,164 ഒരു സപ്പോർട്ടാണ്. 150 ഒരു സപ്പോർട്ട്. 24,150 താഴെ 24,100, അതിന് താഴെ 24,063, അതിന് താഴെ സ്ട്രെയിറ്റ് നമ്മുടെ സപ്പോർട്ട് ഏരിയയായ 23,959 ഈ POC ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് വ്യക്തമായി നോക്കിക്കൊണ്ട് നിഫ്റ്റിയുടെ ആ ലെവലിൽ നിന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാം. അപ്പം ഞാൻ ഈ ഡ്രോയിങ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ POC നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മുടെ POC വന്ന് 24,210. അപ്പം ഞാൻ ആ POC 210 24,200 എത്രയാണ് ഒറ്റ മിനിറ്റ് ഞാൻ കോർഡിനേറ്റ്സ് മാറ്റി 24,210 ആണ് നമ്മുടെ കൃത്യമായ കോർഡിനേറ്റ്. ഇത് വയ്ക്കുമ്പം ഈ 24,210 ആണ് POC. അതിന് മുകളിൽ എത്രയാണ്, അതിന് മുകളിൽ അടുത്ത വരുന്നത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അടുത്ത POC എന്ന് പറഞ്ഞാൽ അടുത്തത് 24,240 ആണ് നമ്മളെ സംബന്ധിച്ചൊരു റെസിസ്റ്റൻസ്. നിങ്ങൾ ഓർത്ത് നോക്കുക, 24,240 ആണ് നമ്മുടെ റെസിസ്റ്റൻസ്. അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ ഒരു ബൈയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാവുള്ളൂ. വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. 24,270 മുകളിൽ 24,314, അതിന് മുകളിൽ 24,377, 24,377, അതിന് മുകളിൽ 24,478, 24,478. ഇതാണ് നമ്മുടെ മുകളിലോട്ടുള്ള ലെവൽ. ഇനി താഴോട്ടുള്ള ലെവൽ എന്ന് പറയുമ്പം അടുത്ത വരുന്നത് എത്രയാണ് 24,150 ഒരു സപ്പോർട്ടാണ്. അതിന് താഴെ 24,100 ഒന്ന് സപ്പോർട്ടുണ്ട്. അതിന് താഴെ 24,063, അതിന് താഴെ 23,958 എന്ന് പറഞ്ഞ ഒരു ഇമ്പോർട്ടൻ്റ് പഴയ ട്രെൻഡ് ഡേ POC ആയിരിക്കും നമുക്ക് വരുന്നത്. ഇതാണ് നമ്മുടെ താഴോട്ടുള്ള ലെവൽ. അതായത് 24,210 മുകളിൽ 240 ചെറിയ റെസിസ്റ്റൻസ് ആണ്. അതിന് മുകളിൽ 314, 377, 478. താഴോട്ടാണെങ്കിൽ 150, 100, 63, 950. ഇങ്ങനെ ഈ രീതിയിലായിരിക്കും മാർക്കറ്റ് വരുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റി ലെവൽ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി വ്യക്തമായി പറയുകയാണെങ്കിൽ ഇന്ന് ലാർജർ IB ഡേ ആയിരുന്നു ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച്. താഴോട്ട് മാത്രം ലാർജ് IB ഡേ വന്നു.
പക്ഷേ വ്യക്തമായി പറയുകയാണെങ്കിൽ ഒരു 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 സുഖകരമല്ലാത്ത ഒരു മാർക്കറ്റായിരുന്നു ബാങ്ക് നിഫ്റ്റിക്ക്. ഇന്നത്തെ പി ഒ സി നിങ്ങൾ നോക്കുകയാണെങ്കിൽ 52,380 ഭാഗത്ത് പി ഒ സി ഉണ്ട്. സോ ഇതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ തിരിച്ച് വീണ്ടും 52,520 അതിന് മുകളിൽ 52,640 അതിന് മുകളിൽ 52,770 വരാനും 710 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 840 840 മുകളിൽ 52,968 എന്ന് പറഞ്ഞ ലെവലും അതിന് മുകളിൽ 53,000 വരാനും. താഴോട്ടാണെങ്കിൽ നമുക്ക് പറയണമെങ്കിൽ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 52,220 ഒരു സപ്പോർട്ടാണ്, 24 സപ്പോർട്ടാണ്. അതിന് താഴെ 130. അതിന് താഴോട്ട് ബാങ്ക് നിഫ്റ്റി വരികയാണെങ്കിൽ 51,970 970 താഴെ അടുത്തത് 51,880 എന്ന് പറഞ്ഞ സപ്പോർട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ വ്യക്തമായിട്ട് നമുക്കൊന്ന് ലെവലൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. സോ ആദ്യം ഞാൻ ഈ ബാങ്ക് നിഫ്റ്റിയുടെ ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ഇന്നത്തെ പി ഒ സി എത്രയാണ്? 52,380 ആണ് ഇന്നത്തെ പി ഒ സി. അപ്പോൾ ഞാൻ അതൊന്ന് 52,380 എന്ന് പറഞ്ഞ ഈ പി ഒ സി ഞാനൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ആ പി ഒ സിക്ക് മുകളിൽ നിൽക്കുന്നത്തോളം കാലം അടുത്ത എന്താണ്? 52,520 ഒരു 52,520 ഒരു റെസിസ്റ്റൻസ്. അതിന് മുകളിൽ എന്താണ്? 52,640 52,640 അതിന് മുകളിൽ 52,770 എന്ന് പറഞ്ഞ ഒരു 52,770 അതിന് മുകളിൽ 52,880 അതിന് മുകളിൽ ഞാൻ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ 50,962 നമുക്ക് വയ്ക്കേണ്ട ഏറ്റവും നല്ല ഏരിയ 53,000. അതിന് മുകളിൽ നമ്മുടെ പഴയ ഹൈ ആയ 53,225 ഇതായിരിക്കും നമുക്ക് മുകളിലോട്ടുള്ള റിസൾട്ട്സ് പറഞ്ഞത്. താഴോട്ടെന്ന് പറയുമ്പോൾ നമുക്ക് നോക്കേണ്ടത് 52,223 നമുക്കൊരു സപ്പോർട്ടാണ്, 223. അപ്പോൾ 52,223 എന്ന് പറഞ്ഞ ഈ ഏരിയ ഞാനൊരു സപ്പോർട്ടീവ് വയ്ക്കുകയാണ്. നമുക്ക് സപ്പോർട്ടീവ് നമ്മൾ പച്ച കളറിലേക്ക് പോവാം. അതിന് താഴെ 52,130 52,130 അതിന് താഴെ 51,980 അതിന് താഴെ 51,880 51,880 ഇതായിരിക്കും നമുക്ക് ഉള്ള താഴേക്ക് മുകളിലേക്കുള്ള സപ്പോർട്ട്. കാരണം മാർക്കറ്റ് ഒരു ബാലൻസിങ് വലിയൊരു ലാർജ് മൂവ് തന്നതുകൊണ്ട് മാർക്കറ്റ് കഴിവതും ഈ വീക്കിൽ എനിക്ക് പൊതുവേ ഒരു ബാലൻസിങ് ആണെങ്കിൽ ഞാൻ ഒരു വലിയൊരു മൂവ്മെൻറ്റ് വരാനുള്ള ചാൻസ് വളരെയധികം കുറവായിരിക്കും. മിക്കവാറും ബഡ്ജറ്റിന് മുമ്പേയുള്ള ദിവസങ്ങളിലായിരിക്കും നമുക്ക് മാർക്കറ്റ് മൂവ്മെൻറ്റ് വരും. ബഡ്ജറ്റിന് ശേഷമായിരിക്കും മാർക്കറ്റിന് നല്ല മൂവ്മെൻറ്റ് വരാനുള്ള ചാൻസും കൂടുതൽ. ആ ഒരു രണ്ടാഴ്ചയായിരിക്കും, ലാസ്റ്റ് രണ്ടാഴ്ചയായിരിക്കും നല്ല മൂവ്മെൻറ്റ് വരാനുള്ള ചാൻസ് കൂടുതൽ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ സൈൻ ഓഫ് ചെയ്ത് നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.